കണ്ണൂരിൽ ചോദ്യപേപ്പറിൽ ഭീകര സംഘടനകളുടെ പേരുകൾ എഴുതി 9ാം ക്ലാസ് വിദ്യാർത്ഥി. പാദവാർഷിക പരീക്ഷയിലെ സാമൂഹ്യശാസ്ത്രം ചോദ്യക്കടലാസിന്റെ 1ാം പേജിലാണ് ഭീകര സംഘടനകളുടെ പേരുകൾ എഴുതിയത്. സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി മിഥുൻ പിള്ളയാണ് ചേരുന്നത്. മിഥുൻ, ആ ചോദ്യ പേപ്പറിൽ ആ കുട്ടി എഴുതിയ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ്. എന്താണ് സംഭവിച്ചത് മിഥുൻ? രാഖി, ഇക്കഴിഞ്ഞ മാസമാണ് ഈ പാദവാർഷിക പരീക്ഷ നടന്നത്. നമുക്ക് ഓണത്തിന് മുന്നെയാണ് ഈ പരീക്ഷ നടന്നത്. ഈ പരീക്ഷയിലെ സാമൂഹ്യശാസ്ത്രം ചോദ്യക്കടലാസിന്റെ 1ാം പേജിലാണ് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഭീകര സംഘടനകളുടെ പേരുകൾ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഭീകര സംഘടനകളുടെ പേരുകളുടെ സ്പെല്ലിങ് തെറ്റാതെയാണ് ഈ വിദ്യാർത്ഥി എഴുതിയത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഭീകരാവസ്ഥ വ്യക്തമാക്കുന്നത്. ചോദ്യക്കടലാസിന്റെ വലതുഭാഗത്ത് ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുടെ പേരും ഇടത് ഭാഗത്ത് ഹമാസ്, ഹൂത്തി വാക്കുകളുമാണ് എഴുതിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം സംസ്ഥാന ഇന്റലിജൻസ് വിങ്ങിൽ നിന്ന് വിവരങ്ങൾ തേടുകയും പ്രാഥമിക അന്വേഷണങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ പഠനത്തിൽ ഒരു ശരാശരി മികവ് മാത്രം പുലർത്തുന്ന ഒരു വിദ്യാർത്ഥി തീവ്രവാദ പേരുകൾ എങ്ങനെ സ്പെല്ലിംഗ് തെറ്റാതെ കൃത്യമായി മനസ്സിലാക്കിയെന്നൊരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, ഈ ചോദ്യം ഒരിടത്ത് മൊസാദ് എന്നും അതിന് താഴെ അത് സ്പൈ ഏജൻസിയാണ് എന്നുമൊക്കെ കൃത്യമായി എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസ്, ഹൂത്തി, ലഷ്കർ ഇ തോയ്ബ എന്നീ പേരുകൾ വലിയ അക്ഷരത്തിലാണ് ഈ ചോദ്യപേപ്പറിൽ എഴുതിയിട്ടുള്ളത്. ഈ പരീക്ഷ കഴിഞ്ഞ് അധ്യാപിക നടന്നു പോകുന്ന സമയത്താണ് ഈ കുട്ടിയുടെ ചോദ്യക്കടലാസിൽ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടത്. തുടർന്ന് സംശയം തോന്നി അധ്യാപിക ഇത് പരിശോധിച്ചപ്പോഴാണ് ഈ എഴുത്തും അതിന് മുകളിൽ ഈ ചിത്രങ്ങളൊക്കെ തന്നെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഈ സംഭവം പോലീസിലേക്ക് അന്വേഷണം എത്തുന്നതും പോലീസ് ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും സ്വാധീനത്തിന്, സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള വിധത്തിലുള്ള ഏതെങ്കിലും സ്വാധീനത്തിന് കുട്ടി ഇരയായിട്ടുണ്ടോ അല്ലെങ്കിൽ വഴങ്ങിയിട്ടുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയുടെ ഭാഗമാണ്. ഏതായാലും ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഈ ചോദ്യപേപ്പറിൽ ഇത്തരം ഒരു ഭീകര സംഘടനകളുടെ പേരുകൾ, അതും സ്പെല്ലിംഗ് പോലും തെറ്റാതെ കുട്ടി എഴുതി വെച്ചു എന്നുള്ളത്. രാഖി, മിഥുൻ, പാദവാർഷിക പരീക്ഷയിലെ സാമൂഹ്യശാസ്ത്രം ചോദ്യക്കടലാസിന്റെ 1ാം പേജിൽ ഒരു 9ാം ക്ലാസ്സുകാരൻ എഴുതി വച്ചിരിക്കുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. ഭീകര സംഘടനകളുടെ പേരുകൾ അക്ഷരം തെറ്റാതെ ഒരു 9ാം ക്ലാസ്സുകാരൻ എഴുതി വച്ചിരിക്കുകയാണ്. എന്തായാലും സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.